എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഒരു അമ്പലത്തേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തനതായ ഭംഗി കാണണമെങ്കിൽ പാലക്കാട് വരണം. പാലക്കാട് പല്ലാവൂർ പല്ലശ്ശന ഭാഗം എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് കേട്ടോ ഇത്. നമ്മൾ യാത്രയുടെ ലക്ഷ്യം കണ്ടു. അങ്ങനെ അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. പല്ലശ്ശനക്കാവ് എന്ന് പറയും. പാലക്കാട് നമ്മുടെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ മാറയുടെയും ആലത്തൂരുടെയൊക്കെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മോഹൻലാൽ പറയുന്നത് ചോദിച്ചു വന്നാണ് കേട്ടോ ഞങ്ങൾ. ഇതാണ് അമ്പലം. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര, കർണാടക അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിൽ തന്നെ പാലക്കാട് തന്നെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് വരാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ആൽമരം ഉണ്ട്. നമുക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന് നിറയെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അമ്പലത്തിനകത്തേക്ക് കയറി കേട്ടോ. കയറുന്നതിന് മുൻപ് തന്നെ അവിടെ അടുത്ത കുളത്തിൽ പോയി കൈയും കാലൊക്കെ കഴുകാം. അതല്ലെങ്കിൽ പൈപ്പ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം കയറാൻ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടുകാരാണ് കൂടുതൽ പേര് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളും അമ്പലത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കാൻ പോകും കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. നമ്മൾ ക്യൂവിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ ഇട്ട് ഇറങ്ങി കുറിയൊക്കെ തൊടുക കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറൊരു കുഞ്ഞു ദൈവം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ ക്ഷേത്രപാലകൻ പോലെ ഒരു ദൈവം കൂടി ഉണ്ട്. നമ്മൾ അവിടെയും പോയി തൊഴുതിട്ടോ. പിന്നെ ആ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വിശ്രമ കേന്ദ്രം പോലെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അമ്പലക്കുളം കാണാം കേട്ടോ. അതിൽ ധാരാളം മീനുണ്ട്. ഇവിടെ വന്നാൽ മിക്കവരും മീൻ തീറ്റയിടാറുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പേര് മീൻകുളത്തി ഭഗവതി എന്നാണ്. ഇവിടെ ആരും മീൻ പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ മീൻ തീറ്റയിട്ട് കൊടുക്കാണ്ട് പൊരിയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അമ്പലമൊക്കെ ഇങ്ങനെ ചുറ്റും ഒന്ന് കാണണം. നമ്മൾ അമ്പലത്തിനകത്തായിരുന്നപ്പോൾ പ്രസാദം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്വാമി നമ്മൾ വിളിച്ച് പ്രസാദം തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ എത്തിയിട്ടോ. നമ്മളെ അമ്മയുടെ വീട്ടിലേക്ക് വന്നാണ്. മാമൻ്റെ മോള് പ്രസവിച്ച് പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും അച്ഛൻ്റെ വീട്ടുകാർ എത്തിയിട്ടോ. കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരെത്തി. അപ്പോൾ ഞങ്ങൾ വന്ന് വെള്ളമൊക്കെ കലക്കി തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ചടങ്ങാണ് കേട്ടോ. കുട്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛമ്മയുടെ കയ്യിലേക്ക് കൈമാറി. ഇനി കുട്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ്ടോ മാമൻ്റെ മോള്. അപ്പോൾ അവൾ ഇറങ്ങുകയാണ്. അങ്ങനെ അവരെ ഞങ്ങൾ യാത്രയാക്കി. വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയായിട്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ആ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ 2 ഓട്ടോയിലായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ സാധനങ്ങളൊക്കെ ഓൾറെഡി വണ്ടിയിൽ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇവർ ആളുകൾ മാത്രമേ പോകാനുള്ളൂ. അപ്പോൾ അവർ ഓട്ടോയിൽ കയറാണ്. പോകുമ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി. അപ്പോൾ അവരിറങ്ങിയതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇനിയൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. വേറെ സ്ഥലം കൂടി ഉണ്ട്. അപ്പം ഞങ്ങളെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്പോട്ടിലേക്ക് കേട്ടോ. പോകുന്ന വഴിക്ക് കൊന്നമരമൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ ചുവന്ന പൂ കാണാൻ നല്ല രസമുണ്ട്. വഴിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയിലുണ്ട് കേട്ടോ. അങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പോകുന്ന വഴിക്ക് ഇതാ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ നെല്ലിയാമ്പതിയുടെ താഴ്വര ഒരു ശിവക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ അവിടെ. നെല്ലിയാമ്പതിയുടെ താഴ്വരയിൽ തന്നെ ഉള്ളൊരു ശിവക്ഷേത്രമാണത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കുറേ പേർക്കൊക്കെ. നമ്മൾ പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം ലീവുള്ള ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ.
ഈ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കാണാം കേട്ടോ, അതിനകത്തുള്ള ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ബൈ. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ബൈ.